ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്ക് തോന്നുന്നു ഞാൻ കുറെ നാളായി വീഡിയോസ് ചെയ്തിട്ട്, ഐ തിങ്ക് ഒരു 3-4 months ആയി വീഡിയോ ചെയ്തിട്ട്. പുതിയ വർഷം ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കുറച്ച് മടിയും കുറെ തിരക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റാതിരുന്നത്, ലോങ് വീഡിയോസ്. ഇനി മുതൽ മാക്സിമം ഞാൻ ആക്റ്റീവ് ആവാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പിനയിൽ കണ്ടതുപോലെ തന്നെ കഴുത്തിലുള്ള, അതായത് കഴുത്തിന്റെ താഴെയിലെ കഴുത്തിന്റെ മടക്കിലുള്ള ഡാർക്ക്നെസ് ഒക്കെ എങ്ങനെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ കഴുത്തിന്റെ അവിടെയുള്ള കറുപ്പ് എന്ന് പറയുന്നത് ഒരു ഡിസ്കംഫർട്ട് ആണ്. ചില സമയമൊക്കെ നമ്മൾ പുറത്തു പോകുമ്പോൾ ചിലർക്ക് മാലയുടെ അലർജി വരാം, ചില ആളുകൾക്ക് ആഫ്റ്റർ പ്രഗ്നൻസി വരാം, ചില ആളുകൾക്ക് ബിഫോർ പ്രഗ്നൻസി വരാം, അല്ലാതെ പിന്നെ വണ്ണം വെക്കുന്നവർക്ക് വരാം. അപ്പൊ എനിക്കും വണ്ണം പെട്ടെന്ന് വെച്ചപ്പോഴേക്കും കഴുത്തിന്റെ അവിടെ ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു സംഭവം ചെയ്യുമ്പോൾ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു എന്തുകൊണ്ട് നിങ്ങളോട് കൂടി ഷെയർ ചെയ്തുകൂടാന്ന്. സോ ഇന്നത്തെ വീഡിയോ നെക്കിന്റെ ഡാർക്ക്നെസ് ഒക്കെ ഈസി ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് കേട്ടോ. സോ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ മാല മാറ്റാണ്. നിങ്ങള് യൂസ് ചെയ്യുന്ന മാലകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോ മാലയുടെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് സ്വർണം മാത്രമേ പറ്റത്തുള്ളൂ. ചില ആളുകൾ അങ്ങനെയാണ്, നമ്മൾ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ചില ആളുകൾക്ക് സ്വർണം മാത്രമേ പറ്റത്തുള്ളൂ. ചില ആളുകൾക്ക് സ്വർണം അലർജി ഉള്ള ആളുകളുണ്ട്. പിന്നെ ചില ആളുകൾക്ക് ഇതുപോലത്തെ ഫാൻസി മാലകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴുത്തിന് അവിടെ കറുക്കും. എനിക്കും സെയിം സംഭവം തന്നെയാണ്. ഫാൻസി മാലകൾ ഇട്ടാല് കഴുത്തിന്റെ അവിടെ കറുക്കും. പക്ഷെ ഞാൻ ഇട്ടും, കാരണം എനിക്ക് ഇങ്ങനത്തെ മാലകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ ഡ്രസ്സിനനുസരിച്ച് എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിൽ എനിക്ക് കമ്മലിനെക്കാട്ടും മാലയുടെ കളക്ഷൻസ് ആണ് കൂടുതൽ. ഞാൻ എവിടെ പോയാലും വാങ്ങിച്ചു കൂട്ടുന്നതാണ് മാല. കുറെ നെക്ലസ് ഒക്കെ എന്തെങ്കിലും ഉണ്ട് കേട്ടോ. നമുക്ക് ഈ മാല ആദ്യം അഴിക്കാം. ഞാൻ ഇൻട്രോക്ക് വേണ്ടി ഇട്ടതാണ്. ഇതിന്റെ അടിയിൽ എന്റെ സ്വർണ്ണമാലയുണ്ട്, കണ്ടോ. ഈ സ്വർണ്ണമാല ഞാൻ ഊരുന്നില്ല, സ്വർണ്ണമാല ഞാൻ അവിടെ വെക്കുന്നുണ്ട്. ഇപ്പൊ കണ്ടോ, എന്റെ കഴുത്തിന്റെ അവിടെ ഡാർക്ക്നെസ് ഒക്കെ കുറവാണ്. പക്ഷെ നേരത്തെ അത്യാവശ്യം ഇവിടെയൊക്കെ നല്ല ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ ഈ കഴുത്തിനോട് ഡാർക്ക്നെസ് വരാനുള്ള റീസൺസ് ഞാൻ പറഞ്ഞു ഓൾറെഡി അല്ലെ. ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഓർണമെന്റ്സ്, അല്ലെങ്കിൽ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ ഇതൊക്കെ വരാറുണ്ട്. സോ നമുക്ക് ഒട്ടും വൈകിപ്പിക്കണ്ട, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കഴുത്തിലുള്ള മാലകളൊക്കെ ഊരി വെക്കാം. ഗോൾഡ് ആണെങ്കിൽ ഊരണം എന്നില്ല, ബാക്കിയുള്ള മാലകളും എന്താണെന്ന് വെച്ചാൽ ഊരി വെക്കാം. 4 ഇൻഗ്രീഡിയന്റ് വേണം. അതിൽ 2 ഇൻഗ്രീഡിയന്റ് നിങ്ങളുടെ വീട്ടിൽ കാണും, ചിലവർക്ക് 3 ഇൻഗ്രീഡിയന്റ് വീട്ടിൽ കാണും. ഓക്കെ, അപ്പൊ ഇൻഗ്രീഡിയന്റ് വേറെ ഒന്നുമില്ല, നമ്മുടെ നാരങ്ങയില്ലേ, നാരങ്ങ വേണം. നാരങ്ങ സിട്രിക് ആസിഡ് ആണ്, അതുകൊണ്ട് നാരങ്ങ ഫേസിൽ ഇടാൻ ഞാൻ അത്ര സപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് നാരങ്ങ നമുക്ക് കഴുത്തിലിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ ഫേസിലെ സ്കിന്നും കഴുത്തിലെ സ്കിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മുടെ സ്കിൻ അല്ലെ, ഫേസ് കുറച്ച് സോഫ്റ്റ് ആണ്, കഴുത്തിലൊക്കെ കുറച്ച് ഹാർഡ് ആണ്. അതുകൊണ്ട് കഴുത്തിലിടുന്നതുകൊണ്ട് കുഴപ്പമില്ല. സോ നാരങ്ങ, ഷാംപൂ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഷാംപൂ ഒക്കെ ഇടാവോ? ഷാംപൂ യൂസ് ചെയ്യാം, മൈൽഡ് ആയിട്ടുള്ള ഷാംപൂ, അതും ഫേസിലല്ല കഴുത്തിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ നാരങ്ങ, ഷാംപൂ, പിന്നെ ഞാൻ പറഞ്ഞ 2 ഐറ്റം നിങ്ങളുടെ വീട്ടിലുണ്ടാവും, കാപ്പിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും. ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ കഴുത്തിലെ ഡാർക്ക്നെസ് മാറ്റാൻ വേണ്ടി വേണ്ടത്. ഞാൻ എല്ലാ വീക്കും ഈ ഒരു സംഭവം ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒന്നുകൂടി ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. എനിക്കിപ്പോ വലിയ ഡാർക്ക്നെസ് ഒന്നും ഇല്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം ഞാൻ ചെയ്യുന്ന രീതി. നാരങ്ങ നടുക്കുന്ന മുറിക്കാം, പകുതിയാക്കാം. അപ്പൊ ദേ നാരങ്ങയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഷാംപൂ ഇടാം. ഞാൻ എടുത്തേക്കുന്നത് കോട്ടക്കലിന്റെ ഒരു ഷാംപൂ ആണ്. മൈൽഡ് ആയിട്ടുള്ള എന്ത് ഷാംപൂസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ എടുത്തേക്കുന്ന ഷാംപൂ കോട്ടക്കലിന്റെ ഒരു ഷാംപൂ ആണ്. അപ്പൊ ദേ ഷാംപൂ എടുക്കുന്നുണ്ട്, ഷാംപൂ ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തത് കാപ്പിപ്പൊടിയാണ്. കാപ്പിപ്പൊടി നമ്മുടെ ബ്രൂയുടെ കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത്. തരിതരി കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഒരു സ്ക്രബി ടെക്സ്ചർ ആയിരിക്കും കേട്ടോ. ഇതിങ്ങനെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കസ്തൂരി മഞ്ഞളാണെങ്കിൽ അത്രയും നല്ലത്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കണ്ടോ. ഇനി ഒന്നുമില്ല, ഇത് നേരെ കഴുത്തിൽ അപ്ലൈ ചെയ്യാം, നല്ല രീതിയിൽ മസാജ് ചെയ്യാം. എവിടൊക്കെയാണോ ഡാർക്ക്നെസ് കൂടുതലുള്ളത് അവിടെയൊക്കെ നിങ്ങൾക്ക് മസാജ് ചെയ്യാം. എനിക്ക് ഫ്രണ്ട് ഏരിയയിൽ അത്ര ഡാർക്ക്നെസ് ഇപ്പൊ ഇല്ല, പക്ഷെ ബാക്കിലുണ്ട് കേട്ടോ. ഈ മുടിക്കറ എന്നൊക്കെ പറയില്ലേ, അത് നല്ലോണം ഇപ്പൊ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ മസാജ് ചെയ്യാം. സത്യം പറഞ്ഞ ഒരു മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നാരങ്ങ എടുക്കുക, കട്ട് ചെയ്യുക, ഷാംപൂ ഇടുക, കാപ്പിപ്പൊടി ഇടുക, മഞ്ഞപ്പൊടി ഇടുക, നേരെ അങ്ങ് മസാജ് ചെയ്യും.
ഈ സൈഡിലാണ് കൂടുതലും വരുന്നത്. ഞാൻ ഈ മാലയൊക്കെ ഇടുന്നതിന്റെ ആയിരിക്കണം. എനിക്കിപ്പോ അത്രയ്ക്ക് ഇല്ല. കാരണം ഞാൻ എപ്പോഴും ഈ ഒരു സംഭവം ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങളും ആഴ്ചയിൽ ചെയ്യുക. ആഴ്ചയിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോ ചെയ്യാം. പിന്നെ ഇത് കഴുകുമ്പോ ഇവിടെ ഒരു റെഡിഷ് ആയിട്ട് നിൽക്കുമ്പോ അത് നമ്മൾ ഇത്രയേരം മസാജ് ചെയ്തതിന്റെയാണ്. അത് നോക്കണ്ട. അഴുക്കും അതൊക്കെ പോയിക്കോളൂ കേട്ടോ. ഏകദേശം ഒരു 5 to 10 months മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്ത് പോയി വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ. നമ്മൾ കുറെ നേരം ഇങ്ങനെ ഇട്ട് മസാജ് ചെയ്തതിന്റെയാണ് ആ ഒരു റെഡിഷ് വന്നത്. അത് വേഗം തന്നെ പോകൂട്ടോ. കണ്ടോ? അപ്പൊ ഈ ഒരു സംഭവം നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഭയങ്കര എഫക്റ്റീവ് ആണ്. ഞാനും ആദ്യം ഓർത്തത് പറ്റിക്കൽസ് ആണ് ഈ ഷാമ്പൂ ഒക്കെ. ചില ആൾക്കാർ ഈ കോൾഗേറ്റ് ഒക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താ ഈ കാണിക്കണെന്നൊക്കെ ഞാനും ചിന്തിച്ചു. കോൾഗേറ്റ് ഞാൻ അന്നൊന്നും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ഷാമ്പൂ വെച്ച് ചെയ്തപ്പോഴേക്കും എനിക്ക് നല്ല രീതിയിൽ വർക്കിംഗ് ആയിട്ടുണ്ട്. സംഭവം സെറ്റ് ആണ്. അപ്പൊ കഴുത്തിലെ ഡാർക്ക്നെസ്, പിന്നെ ഒരുപാട് ഡാർക്ക്നെസ് ഹോർമോൺ ഉള്ളവർക്ക് ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് കുറയാൻ വേണ്ടിയിട്ട്. ഹോർമോണൽ ഒരു ഇംബാലൻസിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നേരെ ഡോക്ടറെ ട്രീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക. പ്ലസ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാവുന്നതാണ്. എന്തായാലും എനിക്ക് 100% വർക്കിംഗ് ആയതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ കഴുത്തിലുള്ള ഡാർക്ക്നെസ് ഓർത്ത് ആർക്കെങ്കിലും വിഷമമുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. നല്ലൊരു സംഭവമാണ്. നിങ്ങൾക്ക് കുറയുന്ന വരെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ദിവസവും ട്രൈ ചെയ്യണ്ട, വീക്കിലി ചെയ്യുക. എല്ലാ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണെങ്കിൽ എപ്പോഴൊക്കെയാണോ ആഴ്ചയിൽ ഫ്രീ അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. എന്തായാലും അടിപൊളി സംഭവമാണ്. എന്റെ കഴുത്തിലെ ഡാർക്ക്നെസ് ഒക്കെ മാറ്റിയത് ഈ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയന്റ്, എനിക്കൊന്ന് ഒട്ടുമിക്ക വീടുകളിലും ഈ സാധനങ്ങളെല്ലാം ഇൻക്ലൂഡിങ് ഷാമ്പു ഉണ്ടാവുന്നതാണ്. എന്റെ വീട്ടിലെല്ലാം ഉണ്ട് കേട്ടോ. നാരങ്ങയും എല്ലാ സംഭവം എന്റെ വീട്ടിലുണ്ട്. സോ ഒട്ടുമിക്ക വീട്ടുകളിലും ഇത് ഉണ്ടാവേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ മതി. ഒരു 2 രൂപ 3 രൂപ ഒരു നാരങ്ങക്ക് ആവത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഷാമ്പു നമ്മള് ചെറിയ 5 രൂപയുടെ പാക്കറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു വേണം. പിന്നെ കാപ്പിപ്പൊടി 2 രൂപ. പിന്നെ മഞ്ഞൾപ്പൊടി വീട്ടിലുള്ള കറിമഞ്ഞൾ ഇത്തിരി ഇട്ടാൽ മതി. കസ്തൂരി മഞ്ഞളാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ. അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത വീഡിയോ എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ഡൗൺ ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഞാൻ എന്തായാലും മാക്സിമം ലോങ് വീഡിയോസ് ഇടാൻ ആക്റ്റീവ് ആവാൻ നോക്കാവുന്നതാണ്. അപ്പൊ എന്തായാലും എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ വേണ്ടി മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.